തങ്ങൾക്കുണ്ടായിരുന്നതെല്ലാം ഒരു സുപ്രഭാതത്തിൽ നഷ്ടപ്പെട്ടു പോയാൽ അത് തിരിച്ചു പിടിക്കാൻ ഇറങ്ങുന്നവന്മാർക്ക് വല്ലാത്ത ഒരു കരുത്തുണ്ടായിരിക്കും. ആത്മവിശ്വാസത്തിന്റെയും പകയുടെയും പ്രതികാരത്തിന്റെയും കരുത്ത്. നഷ്ടപ്പെട്ടു പോയതെല്ലാം തങ്ങളുടെ കാൽ കീഴിൽ തിരികെ കൊണ്ടുവരാൻ തന്നെയാണ് തമിഴ്നാട് ഫുട്ബോൾ അസോസിയേഷന്റെ തീരുമാനം. മറ്റ് ചില സൗത്ത് ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷനുകളും നിർജ്ജീവമായി കിടക്കുമ്പോൾ തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയതെല്ലാം തിരികെ പിടിക്കണം എന്നുള്ള ആഗ്രഹം തമിഴ്നാട് ഫുട്ബോൾ അസോസിയേഷനെ വേറിട്ട് നിർത്തുന്നുണ്ട്. അതുകൊണ്ട് വരാൻ പോകുന്ന സന്തോഷ് ട്രോഫി ടൂർണമെന്റിന് വളരെ മികച്ച ഒരു സ്കോഡിനെ തന്നെയാണ് അവർ അണിനിരത്തുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിലും ഐ ലീഗിലും ഒക്കെ കളിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള താരങ്ങളെ മുഴുവൻ തങ്ങളുടെ സ്കോഡിൽ അണിനിരത്താൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. ഒരു രാവണനെ തന്നെയാണ് തങ്ങളുടെ പരിശീലകനായിട്ട് അവർ നിയമിച്ചിരിക്കുന്നത്. ധർമ്മരാജ് രാവൺ ആയിരിക്കും തമിഴ്നാട് സന്തോഷ് ട്രോഫി ടീമിന്റെ വരാൻ പോകുന്ന ടൂർണമെന്റിലെ ക്യാപ്റ്റൻ ആയിരിക്കാൻ പോകുന്നത്, പരിശീലകനായിരിക്കാൻ പോകുന്നത്. ദ്രോണാചാര്യരായി വരുന്നത് ധർമ്മരാജ് രാവണൻ. രാവണൻ കോട്ടയിലെ കളിക്കാരുടെ പേര് കേട്ടാലും എതിരാളികൾ ഒന്ന് ഞെട്ടാൻ വകുപ്പുണ്ട് എന്നത് എടുത്തു പറയണം. നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിന് വേണ്ടി നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന, നേരത്തെ നമ്മളുടെ ഗോകുലം കേരള FC കളിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള പ്ലെയർ ആയിട്ടുള്ള മായക്കണ്ണൻ മുത്തു അവരുടെ സന്തോഷ് ട്രോഫി ടൂർണമെന്റ് ടീമിലുണ്ട്. അതുകൂടാതെ ചെന്നൈയിൻ FC സൂപ്പർ താരമായിട്ടുള്ള മോഹൻ രാജിനെയും തങ്ങളുടെ ടീമിൽ ഉൾപ്പെടുത്താൻ തമിഴ്നാട് ഫുട്ബോൾ അസോസിയേഷന് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ FC ഗോവയുടെ പഴയ താരമായ അലക്സാണ്ടർ റൊമാരിയോയും തങ്ങളുടെ ടീമിൽ കൊണ്ടുവരാൻ തമിഴ്നാട് ഫുട്ബോൾ അസോസിയേഷന് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ചെന്നൈയിൻ FC പഴയ താരമായിട്ടുള്ള പാണ്ഡ്യനെയും അവരുടെ ടീമിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. 40-അംഗ ടീമിലെ പ്രഗത്ഭരായിട്ടുള്ള താരങ്ങൾ എടുത്തു പറയാൻ ഇവരാണ്. ഏതായാലും സന്തോഷ് ട്രോഫി ടൂർണമെന്റിന് വേണ്ടിയിട്ടുള്ള ടീമിനെ വളരെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ച ടീം മറ്റേ ജോക്സൺ ഡാസിനെയും അവരുടെ ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നത് പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. ജോക്സൺ ചെന്നൈയിൻ FC സൂപ്പർ താരമാണ്. അങ്ങനെ അവൈലബിൾ ആയിട്ടുള്ള മുഴുവൻ മികച്ച താരങ്ങളെയും തങ്ങളുടെ കൂടാരത്തിലേക്ക് കൊണ്ടുവന്ന് സന്തോഷ് ട്രോഫിക്ക് ഒരു മികച്ച ടീമിനെ അണിനിരത്താൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. സുസൈരാജിന്റെയും അനിയന്റെയൊക്കെ കാര്യം പരിഗണനയിലുണ്ട് എന്നുള്ള റിപ്പോർട്ടും കൂടി വരുമ്പോൾ ഇത്തവണ അരയും തലയും മുറുക്കി തന്നെയാണ് തമിഴ്നാട് ഫുട്ബോൾ അസോസിയേഷൻ വരുന്നത്. സന്തോഷ് ട്രോഫി നേടണമെങ്കിൽ തമിഴ്നാടിനെ ഒന്ന് ഭയന്നിരിക്കണം. അവർ പലതും നേടാനാണ് വന്നിരിക്കുന്നത്.